നമ്മളിപ്പോൾ യൂട്യൂബിലെ പുഷ്പ 2 കുറച്ച് ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പുറത്ത് തൂങ്ങി നിൽക്കുന്ന സായിപ്പല്ലവി എന്താ വിക്രമാദിത്യനും വേതാളവും. അടുത്തത് കോടാലി ഉപേക്ഷിച്ച് മരം വെട്ടുന്ന മെഷീനും കൊണ്ട് നടക്കുന്ന പുഷ്പ. പിന്നെ സായിപ്പല്ലവി വേട്ടക്കാരനോ ഇതൊക്കെ കാണുന്നുണ്ടോ. അടുത്തത് പുലിയുടെ കൂടെ നടന്നു വരുന്ന പുഷ്പ. ഓക്കിഫായുടെ ദേഹത്ത് പുഷ്പയുടെ തല. പുഷ്കിഫായി കൊള്ളാം. ജയിലിൽ കിടക്കുന്ന പുഷ്പ വിത്ത് അധീര. ഇത് കടുവ സിനിമ പോലുള്ളേ. കടുവാക്കുന്നതിൽ പുഷ്പ്യാച്ചൻ. അടുത്തത് റോക്കി ബോയ് പോലീസായി പുഷ്പയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇനി ഇത് ബാഹുലിയുടെ തല വെട്ടിമാറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയ അത് തികച്ചും കോയിൻസിഡൻസ് മാത്രം. ഇത് 3 സിനിമയ്ക്കകത്തെ ജൂനിയർ NTR അല്ലേ. ഇത് മറ്റേ ധനുഷിന്റെ കർമ്മന്റെ പോസ്റ്റർ. എന്തേട്ടാ പണി വെച്ചിരിക്കുന്നത്. അടുത്തത് കുടുംബസ്ഥനായ പുഷ്പ. ഇപ്പോൾ കൃഷിപ്പണിയാണ്, ട്രാക്ടറൊക്കെ ഓടിക്കുന്നുണ്ട്. കർഷകശ്രീ പുഷ്പൻ. അടുത്തത് ശ്രീവല്ലിയുടെ കൂടെ ഡാൻസ് കളിക്കുന്ന പുഷ്പ. അല്ല, ഞാൻ ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെയും പുഷ്പ വിത്ത് പുലിയെ വിട്ടുള്ള ഒരു കളിയേ ഇല്ല. അടുത്തത് പുഷ്പയുടെ കൂടെ ഡാൻസ് കളിക്കുന്ന ശ്രീവല്ലി. നെഞ്ചത്ത് കയറിയിരുന്ന ആൾ ഡാൻസ് കളിക്കുന്നത്. പുഷ്പയുടെ കയ്യിലൊരു പാമ്പ്, ഇപ്പുറത്തൊരു ആനയും. പുഷ്പ ആനപ്പാപ്പനായോ? ബാക്കിലെന്തോ കുത്തപ്പനാറാ. അതെന്തോ ഇത്. അടുത്തത് തോറിന്റെ ഹാമറും പിടിച്ച് നിൽക്കുന്ന പുഷ്പ. ഒരു പാമ്പ് കയ്യിലുണ്ട്. എന്തോ മൃഗശാലയോ? പാമ്പ്, കടുവ, ആന, പട്ടി, പൂച്ച എന്തൊക്കെയാണ് പുഷ്പയുടെ കൂടെ. ആഞ്ജനേയ സ്വാമി. പുലിയുടെ വാ വളർത്തി കൊല്ലുന്ന പുഷ്പ. അടുത്തത് ഓണത്തിന് പുലികളി കഴിഞ്ഞു വരുന്ന പുഷ്പ. ബാക്കിൽ പിന്നെയും ആന. പിന്നെയും പുലിയെ കൊല്ലാൻ വരുന്ന പുഷ്പ. അതുപോലെ കയ്യിൽ ഹാമറും പാമ്പും. ഇതൊക്കെ പടച്ചു വിടുന്നമ്മയുടെ തൊലിക്കെട്ടി.